ഞായറാഴ്ച അവിടെ എന്താ നീ ഇവിടെ കണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് കണ്ണി കുരുവായിരുന്നു അവിടെ ഇരിക്കുന്നത്. എന്റെ അല്ലെ ഒരു അത്യാവശ്യമുണ്ട്, എനിക്കൊരു 500 രൂപ വേണോടാ. വീട്ടിലാണ് അരി പോലും ഇല്ല. ഇവിടുന്ന് പണിയൊക്കെ പറഞ്ഞ പുല്ലിയോടല്ല. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മഴ. യൂസഫ് അലിയാണോ നീ ഇങ്ങോട്ട് വഴി? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിലേ രാവിലെ കടയിലോട്ട് പോവാ, ആകെ എന്റെ ഒരു 7200 രൂപ. എനിക്കിപ്പോ കടയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണ്ടേ? എന്റെ ക്യാഷ് ആയിട്ടൊന്നും ഇല്ല. അതെ, കടയിൽ കൊണ്ടുപോകാനുള്ള മെഷീനും അങ്ങോട്ട് തുറക്കാൻ വേണ്ടി പോവാ. അല്ല എന്റെ പൈസ ഇല്ല. ഇതിപ്പോ എന്താ ഉണ്ണാൻ കൊടുക്കാനാ? ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നീ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം, ഇത് വെച്ചൊരു പണിയുണ്ട്. എന്താടാ? ഈ സാധനം അവിടെ ചെല്ലുമ്പോ അടിക്കുവാണെങ്കിൽ, ഇതിന്ന് വിളിച്ചു പറയുവാണെങ്കിൽ നമ്മൾ പെടത്തില്ല, ഇല്ലെങ്കിൽ നമ്മളെ ആ കടക്കാരൻ പെടുത്തും. ഇത് അടിച്ചാൽ നമുക്ക് പൈസ കിട്ടും, പക്ഷെ നീ പിന്നെ തിരിച്ചും കൊടുക്കണ്ട. അങ്ങനെ കേറ്. പക്ഷെ രണ്ടും നൂലുമേ കളിയാ. രണ്ടിനും ഓക്കെ ആണെങ്കിൽ കേറി നമുക്ക് ശ്രമിച്ചു നോക്കാം. എനിക്ക് എന്നിട്ട് കടയിൽ പോകണം. നോക്കാം, നിന്റെ ആവശ്യമാണ് ഈ റിസ്ക് എടുക്കുന്നത്. നീയൊക്കെ കാരണമാ കള്ളന്മാര് പെരുകുന്നത്. കള്ളന്മാരല്ലടാ, നീ എന്ത് പറയുന്ന? മഴയോട് മഴയാ. ജനറൽ സ്റ്റോഴ്സ് നോക്കാം. ദൈവമേ, നീ വാളിയില്ലേ കൊണ്ടാ. ഒരു പാക്കറ്റ് മിക്സർ. ഓ, വേറെ എന്താ വേണോടാ? പക്കാവട മേടിക്കടാ. എന്നാ ഒരു പക്കാവട, ഒരു സോഡ. സോഡ 20 മതിയല്ലോ. അദ്ദേഹം സാധനം എടുക്കാൻ പോയപ്പോ നീ മറ്റേ സ്കാനറിന്റെ അതിങ്ങെടുത്തേ. സ്കാനർ എടുക്കാം. നീ നോക്കിയ പുള്ളിയാണോ നോക്കുന്നുണ്ടോ? എത്ര ചേട്ടാ? 120. 120. ഒരു 500 രൂപയുടെ ക്യാഷ് ആയിട്ട് തരുമോ? അത് ഉൾപ്പെടെ ഓൾ പേ ചെയ്താൽ മതി. 500 മതിയടാ, എന്റെ പൈസ ഇല്ലടാ അക്കൗണ്ടിൽ. മതിയല്ലോ, അത്ത കാര്യത്തിന് അത് പോരെ. പേടിഎമ്മിൽ 620 രൂപ ലഭിച്ചു. ചേട്ടാ ഒരു 10ന്റെ ഫ്രൂട്ടി കൂടെ തരാം. എന്തിനാ 10ന്റെ ഫ്രൂട്ടി? ഇരിക്കട്ടെ, ഇത് എടുക്കണ്ടായ. പിന്നെ എടുക്കണം. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തോണ്ടാട്ടോ കാശാട്ടം വന്നോ. പിടിച്ചോ, പോവാ. ഇതൊരു തൊഴിലാക്കി വെക്കരുത്.